ഹലോ എവരി വൺ. നമ്മൾ നമ്മുടെ അവസാനത്തെ പാഠമായിട്ടുള്ള സിഗ്മണ്ട് ഫ്രോയിഡിന്റെ ഡെസ്റ്റോസ്കി ആൻഡ് പാരിസൈഡ് എന്ന് പറയുന്ന ആ ഒരു ചാപ്റ്ററാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമ്മൾ പ്ലേറ്റോയിൽ നിന്ന് തുടങ്ങി നിയോ ക്ലാസിക്കൽ ഏജ്, അതേപോലെ തന്നെ ഡാൻറ്റെ, അതേപോലെ തന്നെ റൊമാൻറ്റിസിസം, അത് കഴിഞ്ഞിട്ട് നമ്മുടെ വിക്ടോറിയൻ ഏജ്, അതിനുശേഷം മോഡേൺ ഏജിലോട്ട് കടന്ന് ന്യൂ ക്രിറ്റിസിസത്തെ പറ്റിയൊക്കെ പഠിച്ചതിന് ശേഷം നമ്മൾ ദസ്തേസ്കി അല്ല, സോറി, സിഗ്മണ്ട് ഫ്രോയിഡിലോട്ടാണ് നമ്മൾ ഇനി കിടക്കുന്നത്. നിങ്ങളെല്ലാം ഈ പേര് കേട്ടിട്ടുണ്ടാവും, ഫ്രോയിഡ്. അതേപോലെ തന്നെ സൈക്കോ അനാലിസിസ് എന്ന് പറയുന്ന ഫീൽഡിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിസ്റ്റ് ആയിരുന്നു, ഒരു ലിറ്റററി തിങ്കർ ആയിരുന്നു, ഒരു ന്യൂറോളജിസ്റ്റ് ആയിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന സൈക്കോളജിയിലെ പല ആശയങ്ങളും ഉത്ഭവിക്കുന്നത് ഫ്രോയിഡിൽ നിന്നാണ്. ഫ്രോയിഡിന്റെ പല ആശയങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നു, പലതും തള്ളിക്കളഞ്ഞിട്ടുമുണ്ട്. But it is important to note that Freud is not someone we can ignore when it comes to the history of psychology, when it comes to the history of psychoanalysis. ഓക്കെ, അപ്പോൾ നമ്മൾ സാഹിത്യത്തിൽ ഈ സൈക്കോളജിക്ക് എന്താ ബന്ധം എന്നുള്ളത് വരുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഈ സൈക്കോ അനാലിറ്റിക്കൽ ക്രിറ്റിസിസം എന്താന്ന്. അതായത് സൈക്കോ അനാലിറ്റിക്കൽ ക്രിറ്റിസിസം ഇസ് എ മെത്തേഡ് ഓഫ് ലിറ്റററി ക്രിറ്റിസിസം ദാറ്റ് അപ്ലൈസ് സൈക്കോളജിക്കൽ തിയറീസ് ഓഫ് ഫ്രോയിഡ് ആൻഡ് അതർ സൈക്കോ അനാലിസ്റ്റ് ടു സ്റ്റഡി ദ ടു ദ സ്റ്റഡി ഓഫ് ലിറ്ററേച്ചർ. അതായത് സൈക്കോ അനാലിറ്റിക്കൽ ക്രിറ്റിസിസം ചെയ്യുന്നത് എന്താ, നമ്മുടെ ഉള്ളിൽ, എല്ലാവരുടെയും ഉള്ളില് ചില അൺകോൺഷ്യസ് ആയിട്ടുള്ള, നമ്മൾ പോലും റെക്കഗ്നൈസ് ചെയ്യാത്ത ചില ഡിസയേഴ്സ്, ചില ഫോഴ്സസ് ഒക്കെ നമ്മുടെ ഉള്ളിലുണ്ട്. ഓക്കെ, ചില ഇമോഷൻസ് അത് പുറത്തോട്ട് വരില്ല, അൺകോൺഷ്യസ് ആയിരിക്കും. ഇറ്റ് വിൽ ബി ഡീപ്പ് ഇൻസൈഡ് അവർ മൈൻഡ്. അപ്പോൾ ഒരു ഓതർ എഴുതുമ്പോൾ അയാളുടെ സാഹിത്യത്തിൽ അല്ലെങ്കിൽ അയാളുടെ ക്യാരക്ടേഴ്സിൽ എത്രത്തോളം നമ്മുടെ ഓതറിന്റെ ഈ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഈ ഡിസയേഴ്സും അദ്ദേഹത്തിന്റെ ആ അൺകോൺഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്രസ് ആവുന്നുണ്ട് എന്നുള്ളതാണ് ഈ സൈക്കോ അനലിറ്റിക്കൽ ക്രിറ്റിസിസം പഠിക്കുന്നത്. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഞാൻ പ്രൊജക്ട് ചെയ്തത് ഈ സൈക്കോ അനാലിസിസ് ഉണ്ടായിരുന്നു. ഞാനിപ്പോ PhD ചെയ്യുന്നത് ഈ സൈക്കോ അനാലിസിസ് ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണ്. ഓക്കെ, ഫ്രോയിഡ് ബിലീവ് ദാറ്റ് ഹ്യൂമൻ ബിഹേവിയർ ഇസ് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ അൺകോൺഷ്യസ് മൈൻഡ് വിച്ച് കണ്ടെയ്ൻസ് ഹിഡൻ ഡിസയേഴ്സ്, ഫിയേഴ്സ്, കോൺഫ്ലിക്ട്സ് ആൻഡ് മെമ്മറീസ്. അല്ലെ, നമുക്ക് ചില ഓർമ്മകൾ, നമ്മളെ ഭയപ്പെടുത്തുന്ന, നമ്മളെ അലട്ടുന്ന, സ്വപ്നങ്ങളിലും ദുസ്വപ്നങ്ങളിലും വരുന്ന ഓർമ്മകൾ, നമ്മുടെ ട്രോമകൾ, നമ്മുടെ പല ഡിസയേഴ്സ്, ഫിയേഴ്സ്, കോൺഫ്ലിക്റ്റുകൾ, ഇതെല്ലാം നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ നമ്മൾ പോലും അറിയാത്ത ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്ത് ഇങ്ങനെ കിടപ്പുണ്ടെന്നാണ് പറയുന്നത്. അക്കോർഡിംഗ് ടു ഹിം, മെനി ആക്ഷൻസ് ആൻഡ് ഇമോഷൻസ് ആർ ഷേപ്ഡ് നോട്ട് ബൈ കോൺഷ്യസ് തോട്ട് ബട്ട് ബൈ റിപ്രസ്ഡ് വിഷസ് ഹിഡൻ ഇൻ ദ അൺകോൺഷ്യസ്. അപ്പൊ പലപ്പോഴും നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളെയും എന്താ പറയുക, അതിനെ ഷേപ്പ് ചെയ്യുന്നത്, അതിനെ ഡയറക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഉള്ളിലെ ഈ അൺകോൺഷ്യസ് മൈൻഡിലുള്ള നമ്മുടെ ഫിയേഴ്സ്, ഡിസയേഴ്സ്, മെമ്മറീസ് ഒക്കെയാണെന്നാണ് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ എന്തായിരിക്കും, നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കി. ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും, ഒരാളുമായിട്ട് വഴക്കുണ്ടാക്കിയപ്പോൾ ഞാൻ എന്തിനാ ഇത്രയും വഴക്കുണ്ടാക്കി, ഇത്രയൊക്കെ പറയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, ഇത്രയൊക്കെ ചൂടാവേണ്ട ആവശ്യം ഉണ്ടായിരുന്നു, അല്ല ഞാൻ എന്തിനാ കരഞ്ഞ്, ഇതിന് മാത്രം കരയേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നൊക്കെ തോന്നൽ വരും. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ അനുസരിച്ചല്ലായിരിക്കും നമ്മുടെ റിയാക്ഷൻ. അതിന് കാരണം എന്താ, നമ്മുടെ മനസ്സിലെ ഈ അൺകോൺഷ്യസ് പാർട്ട് ഓഫ് ദ മൈൻഡ്, അതിൽ നിന്ന് വേറെ നമ്മുടെ റിപ്രസ്ഡ് ആയിട്ടുള്ള, നമ്മൾ തന്നെ നമ്മുടെ മൈൻഡ് റിപ്രസ് ചെയ്തിരിക്കുന്ന, ഒതുക്കിയിരിക്കുന്ന പല വികാരങ്ങളും ഇത്തരം ഒരു സന്ദർഭം കിട്ടുമ്പോൾ പുറത്തോട്ട് വരികയാണ്. ഓക്കെ, സം ഓഫ് ഫ്രോയിഡ്സ് മേജർ വർക്ക് ഇൻക്ലൂഡ് ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ്. ഈ വാക്കുകളൊക്കെ, ഈ പേരുകൾ, ഇദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കാണ് ഇന്റർപ്രിറ്റേഷൻ ഓഫ് ഡ്രീംസ്. ഇദ്ദേഹത്തിന്റെ ഒരു ടെക്നിക്കാണ് ഡ്രീം വർക്ക്. അതായത് ഇദ്ദേഹം എന്താ ചെയ്യുക, ഈ മനുഷ്യരുടെ ഡ്രീംസ് അനലൈസ് ചെയ്ത് അവരുടെ പ്രശ്നങ്ങൾ, അവരുടെ സൈക്കോളജിക്കൽ ഇഷ്യൂസ് ഐഡന്റിഫൈ ചെയ്യും. ആ ഡ്രീം നമ്മൾ പലപ്പോഴും ചിന്തിക്കും, എന്ത് ആഹ് എ- എ- എന്ത് എന്താ ഞാൻ സ്വപ്നം കാണുന്നത്, ചിലപ്പോ എന്തെങ്കിലും മൃഗം ഓടിക്കുന്നതായിരിക്കും. സംടൈംസ് ഇറ്റ് ഡസൻ മേക്ക് സെൻസ്. പക്ഷെ അതിനെല്ലാം കാരണം നമ്മുടെ മനസ്സിന്റെ ഉള്ളിലെ ഈ അൺകോൺഷ്യസ് മൈൻഡിന്റെ ഉള്ളിലെ നമ്മുടെ ഫിയേഴ്സോ ട്രോമയോ മെമ്മറീസോ ഒക്കെ ആയിരിക്കാം എന്നാണ് പറയുന്നത്. പിന്നെ ടോട്ടം ആൻഡ് ടബു, ബിയോണ്ട് ദ പ്ലഷർ പ്രിൻസിപ്പിൾ. ഈ ബിയോണ്ട് ദ പ്ലഷർ പ്രിൻസിപ്പിളിലാണ് നമ്മുടെ ഫ്രോയിഡ് പ്രോപ്പറായിട്ട് ഈ ട്രോമ എന്ന് പറയുന്ന ആശയത്തെ പറ്റി എഴുതിയിട്ടുള്ളത്. പിന്നെ ദ ഈഗോ ആൻഡ് ദ ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ, ഇതൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, these work introduce ideas such as the unconscious mind, dream analysis, psychosexual development, the Oedipus complex, the death drive, and the structural model of the psyche. അപ്പോൾ ഈ മനുഷ്യന്റെ മൈൻഡിനെ പറ്റി ഫ്രോയിഡിന്റെ അത്രയും അന്നത്തെ കാലത്ത്
പഠിച്ച മറ്റൊരു വ്യക്തി ഇല്ലായിരുന്നു. അദ്ദേഹം പറയും നമ്മുടെ മൈൻഡിന് 3 പാർട്ട് ഉണ്ട്: ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഇഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡിസയേഴ്സ്, എനിക്ക് ഇത് വേണം അത് വേണം എന്നുള്ള ഡിസയേഴ്സ് ആണ്. ഈഗോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കുറേ കൂടെ റാഷണൽ ആയിട്ടുള്ള പാർട്ടാണ്. സൂപ്പർ ഈഗോ എന്ന് പറയുന്നത് ഈ ഇഡിനെയും ഈഗോനെയും കൺട്രോൾ ചെയ്യുന്ന ഒരു മോറൽ ആയിട്ടുള്ള ഒരു ഏരിയയാണ്. അപ്പൊ നമ്മുടെ സോളിനെ, നമ്മുടെ ഈ പറയുന്ന മൈൻഡിനെ 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈഡിപ്പസ് കോംപ്ലക്സ് നിങ്ങൾ ഓൾറെഡി കേട്ടിട്ടുണ്ടാവും. ഈഡിപ്പസ് എന്ന് പറയുന്നത് ഒരു പഴയൊരു ഇഡിപ്പസ് റെക്സ് എന്ന് പറയുന്ന ഒരു വർക്കിൽ നിന്നാണ് വരുന്നത്. ഒരു പഴയ പ്ലേ ആണ്. അതിലെന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞ, ഒരു മകൻ അറിയാതെ അവന്റെ അച്ഛനെ കൊല്ലുന്നു. അവന്റെ അച്ഛനാണെന്ന് അവൻ അറിയുന്നില്ല. എന്നിട്ട് ആ രാജാവിനെ കൊന്നത്, ഒരു രാജാവാണ്, ആ രാജാവിനെ കൊന്നിട്ട് അവൻ സ്വന്തം അമ്മേനെ വിവാഹം ചെയ്യാണ്. ഓക്കെ, അവിടെ നിന്നാണ് ഈഡിപ്പസ് റെക്സ് എന്ന് പറയുന്ന, ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുന്ന ഒരു പേര് വരുന്നത്. അതായത് നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് നമ്മൾ കാണും. ഓക്കെ, അതേപോലെ തന്നെ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ്. മനുഷ്യൻ, ഒരു കുട്ടി ജനിച്ച് ഓരോ കാലഘട്ടത്തിലും വ്യത്യസ്ത സ്റ്റേജ് ഉണ്ട്. അനൽ സ്റ്റേജ്, ഓറൽ സ്റ്റേജ് എന്നൊക്കെ പറയുന്ന, മിറർ സ്റ്റേജ് എന്നൊക്കെ പറയുന്ന വ്യത്യസ്ത സ്റ്റേജ് ഉണ്ട്. ഈ ഓരോ സ്റ്റേജിലും നമ്മുടെ സെക്ഷുവാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടാണ് മനുഷ്യന്റെ മാനസിക വളർച്ച എന്നൊക്കെ പറയുന്ന ഒരാശയമാണ് ഈ സൈക്കോ സെക്ഷൽ ഡെവലപ്മെന്റ്. ഓക്കെ, Freud's idea later become extremely important in literary criticism. Psychoanalytical criticism studies literary text in the same way psychoanalysis studies the human mind. അതായത് സൈക്കോ അനാലിറ്റിക്കൽ ക്രിറ്റിസിസം ചെയ്യുന്നത് എന്താണ്? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൈക്കോളജി അല്ല നിങ്ങളുടെ ടോപ്പിക്, സൈക്കോ അനാലിറ്റിക്കൽ ക്രിറ്റിസിസം ആണ്. അതായത് ഒരു സൈക്കോളജിസ്റ്റ് ഒരു മനുഷ്യന്റെ മൈൻഡിനെ എങ്ങനെ അനലൈസ് ചെയ്യുന്നു, അതേപോലെ നമുക്കൊരു ലിറ്റററി ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യാൻ കഴിയണം. ക്രിറ്റിക്സ് എക്സാമിൻ ഹിഡൻ ഡിസയേഴ്സ്, അൺകോൺഷ്യസ് കോൺഫ്ലിക്റ്റ്, സിംബൽസ്, ഗിൽറ്റ്, റിപ്രഷൻ, ഡ്രീംസ് ആൻഡ് ഫിയേഴ്സ് വിത്തിൻ ലിറ്റററി വർക്ക്സ് ആൻഡ് ക്യാരക്ടർ. ഒരു വർക്ക് എടുത്ത് അതിലെ ക്യാരക്ടേഴ്സിലെ അല്ലെങ്കിൽ അതിന്റെ തീംസ് എടുത്തിട്ട് അത് മനുഷ്യന്റെ ഹിഡൻ ആയിട്ടുള്ള ഡിസയേഴ്സ്, അൺകോൺഷ്യസ് മൈൻഡ് എത്രത്തോളം അവിടെ ഇതിൽ വരുന്നു, റിപ്രസ്ഡ് പറയുന്ന ഡിസയേഴ്സ് എത്രത്തോളം അവിടെ വർക്ക്ഔട്ട് ചെയ്യുന്നു, ഗിൽറ്റ്, സിംബൽസ്, ഡ്രീംസ്, ഇതെല്ലാം പഠിക്കുകയാണ് സൈക്കോ അനലിറ്റിക്കൽ ക്രിറ്റിസിസം ചെയ്യുന്നത്. ഇനി ഈ ഒരു എസ്സേ എന്ന് പറയുന്നത് ഡെസ്റ്റോസ്കി ആൻഡ് പാരിസൈഡ് എന്ന് പറയുന്നത് 1928 നമ്മുടെ ദെസ്തോസ്കി എഴുതിയ ബ്രദേഴ്സ് കാരമസോവ് എന്ന് പറയുന്ന വർക്കിന്റെ ഒരു ജർമ്മൻ ട്രാൻസ്ലേഷന് പ്രിഫേസ് ആയിട്ട്, ആമുഖമായിട്ട് എഴുതപ്പെട്ടതാണ്. ഇതിൽ അറിയേണ്ട പേര്, ദെസ്തോസ്കി എന്ന് പറഞ്ഞാൽ ഈ റഷ്യൻ റിയലിസത്തിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റൈറ്ററാണ്. ഈ ദെസ്തോസ്കിനെ പറ്റി നമ്മുടെ മലയാളത്തിൽ ഒരു വർക്ക് എഴുതിയിട്ടുണ്ട്, ഒരു സങ്കീർത്തനം പോലെ. അത് വായിക്കാൻ കഴിയുന്നവർ വായിക്കേണ്ട പുസ്തകമാണ്. ഏറ്റവും മികച്ച, എനിക്ക് തോന്നുന്നു മലയാളത്തിൽ ഏറ്റവും കൂടുതൽ എഡിഷൻസ് ഇറങ്ങിയ നോവലുകളിൽ ഒരെണ്ണമാണ് ഈ ഒരു സങ്കീർത്തനം പോലെ എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന്റെ ധാരാളം വർക്ക്സ് ഉണ്ട്. പക്ഷെ ഇതിലെ ബ്രദേഴ്സ് കാരമസോ എന്നുള്ള വർക്കാണ് നമ്മൾ പഠിക്കാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. ബ്രദേഴ്സ് കാരമസോ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, പക്ഷെ ഇയോബിന്റെ പുസ്തകം എന്ന് പറയുന്ന സിനിമ, ഇറ്റ് ഈസ് ലൂസ്ലി ബേസ്ഡ്, അതിന്റെ ഡയറക്റ്റ്ലി അതല്ല, പക്ഷെ അതേപോലെ തന്നെ ഒരു ഫാമിലി, ഒരു വളരെ വിയേർഡ് ആയിട്ടുള്ള, എന്താ പറയുക, വ്യത്യസ്ത ഡൈനാമിക്സ് ഉള്ള ഫാമിലി, വ്യത്യസ്ത പേഴ്സണാലിറ്റീസ് ഉള്ള പറയുന്ന കുറെ മക്കള്, ഇവരൊക്കെ തമ്മിൽ ഒരു അച്ഛന്റെ മരണത്തിന് വേണ്ടി, ഇതിൽ അച്ഛൻ മരിക്കും, ആ മരിച്ച അച്ഛന്റെ മരണകാരണത്തിനെ പറ്റിയുള്ള അന്വേഷണമാണ് ഈ നോവൽ. ഓക്കെ, അപ്പോ ഇൻ ദിസ് എസ്സേ ഫ്രോയിഡ് അനലൈസസ് ദ ലൈഫ് ആൻഡ് റൈറ്റിംഗ് ഓഫ് ദസ്തോവ്സ്കി, ഫയദോർ ദസ്തോവ്സ്കി ത്രൂ സൈക്കോ അനാലിസിസ്. ഫ്രോയിഡ് എസ്പെഷ്യലി ഫോക്കസസ് ഓൺ ദ തീം ഓഫ് പാരിസൈഡ് ഓർ ദ കില്ലിംഗ് ഓഫ് ദ ഫാദർ. അപ്പൊ ഈ നോവലിന്റെ അകത്തെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആശയമാണ് പാരിസൈഡ്. പാരിസൈഡ് എന്ന് പറയുന്നത് അച്ഛനെ കൊല്ലുന്ന ഒരു അവസ്ഥ. അതിനെ പറ്റിയാണ് ഫ്രോയിഡ് ഈ ഒരു സൈക്കോളജിക്കൽ പഠനം നടത്തിയിട്ടുള്ളത്. ഓക്കെ, Freud connects Dostoevsky's personal life with the event in the novel. Dostoevsky's father was murdered during his youth, and Freud believed that the traumatic event deeply affected the writer's psychology. Freud argued that Dostoevsky unconsciously wished for his father's death because of hatred and rivalry, but after the actual murder occurred, he developed intense guilt. അപ്പൊ ഇതില് നമ്മൾ ഈ പറയുന്ന ഈഡിപ്പൽ കോംപ്ലക്സിനെ പറ്റി പറയുമ്പോൾ ഇവിടെയാണ് ഈഡിപ്പൽ കോംപ്ലക്സ് എന്ന് പറയുന്നൊരു ആശയം വരുന്നത്. ഈഡിപ്പൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇത് ഫ്രോയിഡിന്റെ ഒരു തിയറിയാണ്. ഇത് പലയിടത്തും അപ്ലൈ ചെയ്തിട്ടുണ്ട്, പഠനവിധേയമാക്കിയിട്ടുണ്ട്. ഇത് ശരിയാണോ തെറ്റാണോ എന്നൊക്കെ അതിനെപ്പറ്റി പഠനങ്ങൾ നടക്കുന്നുണ്ട്. ഓക്കെ, പക്ഷെ അത് തള്ളിക്കളഞ്ഞവരുണ്ട്, അതിനെ അക്സെപ്റ്റ് ചെയ്തവരുണ്ട്. അപ്പൊ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു കുട്ടിയുടെ, ഒരു ആൺകുട്ടിയുടെ വളർച്ചാ കാലഘട്ടത്തില് അവന്റെ അച്ഛനോട് വളരെയധികം ദേഷ്യവും അസൂയയും കുശുമ്പും ഒരു ടൈപ്പ് ഓഫ് ഹേറ്റ്രഡ് വളരും. കാരണം എന്താ?
ഈ അവന് ഏറ്റവും അടുത്തുള്ളത് അവന്റെ അമ്മയായിട്ടാണ്. ഈ അച്ഛൻ എന്ന് പറയുന്നത് ഈ അമ്മയുടെ അഫെക്ഷൻ മോഷ്ടിക്കുന്ന, ഇവന് കിട്ടേണ്ട അഫെക്ഷൻ എടുത്തുകൊണ്ട് പോകുന്ന ഒരു വ്യക്തിയായിട്ടാണ് പലപ്പോഴും ഒരു വളരുന്ന പ്രായത്തിലുള്ള ആൺകുട്ടി കരുതുന്നത്. അത് കാരണം തന്നെ ഈ അച്ഛനോടുള്ള കടുത്ത അമർഷവും ദേഷ്യവും ഒക്കെ ഉണ്ടാവാറുണ്ട്. അതാണ് നമ്മൾ അതിനെയാണ് ഈ ഓഡിപ്പൽ കോംപ്ലക്സ് എന്ന് പറയുന്നത്. ഓക്കെ. ഓക്കെ. അപ്പോ അപ്പൊ ആ രീതിയിൽ ഇവിടെ ഫ്രോയിഡ് ആർഗ്യൂ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ, ഈ ദസ്തേവ്സ്കിയുടെ അച്ഛൻ വളരെ ചെറുപ്പത്തിലെ മരിച്ച ഒരാളാണ്. ഈ വാസ് മേർഡേഡ്. ഓക്കെ. ആ ഒരു ട്രോമ നമ്മുടെ ഈ ചെറുക്കനെ ഈ പറയുന്ന ഡെസ്തോസ്കിനെ കാര്യമായിട്ട് എഫക്ട് ചെയ്തിട്ടുണ്ട്. അയാളുടെ എഴുത്തുകളിൽ അത് വ്യക്തമാണെന്നാണ് പറയുന്നത്. ഇപ്പൊ ഈ ഈഡിപ്പൽ കോംപ്ലക്സ് കാരണം ഒരു കാലത്ത് ഈ പറയുന്ന ഫ്രോയിഡ്, ദസ്തോസ്കി അവന്റെ അച്ഛന്റെ മരണത്തിന് വേണ്ടി ആഗ്രഹിച്ചിട്ടുണ്ട്. ഇത് ദസ്തോവ്സ്കിയുടെ കാര്യം മാത്രമല്ല കേട്ടോ. ഈ ഫ്രോയിഡ് പറയുന്നത് ഈ വളർന്നു വരുന്ന എല്ലാ ആൺകുട്ടികൾക്കും ഉണ്ടാവുന്ന ഒരു സാധനമാണ് ഈഡിപ്പൽ കോംപ്ലക്സ് എന്നാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇവിടെ ദസ്തോവ്സ്കി ഈ പറയുന്ന അച്ഛന്റെ മരണം ആഗ്രഹിച്ചിരുന്നു ബിക്കോസ് ഓഫ് ഹേറ്റ്രഡ് ആൻഡ് റൈവൽറി. അല്ലെ, മത്സരമാണ് അമ്മയുടെ അഫെക്ഷന് വേണ്ടി. പക്ഷെ ശരിക്കും അവന്റെ അച്ഛൻ മരിച്ചു പോയപ്പോ അവന് ഭയങ്കരമായിട്ടുള്ള ഒരു ഗിൽറ്റ് ഉണ്ടാവുകയാണ്. ഹി ഡെവലപ്ഡ് ഇന്റൻസ് ഗിൽറ്റ്. അപ്പൊ ആ ഒരു ഗിൽറ്റാണ് ഇവന് എപ്പിലെപ്സി. എപ്പിലെപ്സി എന്ന് പറഞ്ഞാൽ എന്താ? ഈ എപ്പിലെപ്സിയുടെ മലയാളം എന്തായിരുന്നു, ഞാൻ മറന്നല്ലോ. ഈ വായന്നൊക്കെ പത വരുന്ന ആ അസുഖത്തിന് എന്താ പറയാ? എപ്പിലെപ്സി. ഒറ്റ മിനിറ്റ്. അപസ്മാരം എന്ന് പറയുമല്ലോ. അപസ്മാരം ഉണ്ടായിരുന്നു ദസ്തേവ്സ്കിക്ക്. ഇപ്പൊ ഈ അപസ്മാരം എന്ന് പറയുന്ന ഒരു സൈക്കോളജിക്കൽ സിംറ്റം ആയിട്ടാണ് പറയുന്നത്. അപ്പൊ അപസ്മാരം എന്ന് പറഞ്ഞ ഒരു ന്യൂറോളജിക്കൽ ഇഷ്യൂ ആണ്. പക്ഷെ ദസ്തേവ്സ്കി അത് പറയുന്നത് ഇവന്റെ മനസ്സിലുള്ള ഈ ഗിൽറ്റ്, അതുമായിട്ട് ബന്ധപ്പെട്ട ട്രോമ കാരണമാണ് ഈ ദസ്തേവ്സ്കിക്ക് ഇത്തരത്തിലുള്ള സൈക്കോളജിക്കൽ സിംറ്റം വരുന്നതെന്നാണ്. ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ഗിൽറ്റ് ആൻഡ് അൺകോൺഷ്യസ്. അവന്റെ മനസ്സ് തന്നെ സ്വയം ഈ അച്ഛന്റെ മരണം ആഗ്രഹിച്ചതിനുള്ള സെൽഫ് പണിഷ്മെന്റ് ആയിട്ട് ഈ പറയുന്ന എപ്പിലെപ്സി വരുത്തുന്നതെന്നാണ് നമ്മുടെ ഫ്രോയിഡ് കരുതുന്നത്. ഓക്കെ. ഈ ബ്രദേഴ്സ് കാരമസോ എന്ന് പറയുന്ന നോവല്, അത് നമ്മുടെ ദസ്തോവ്സ്കിന്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആൻഡ് ഫൈനൽ നോവലാണ്. ഞാൻ പറഞ്ഞ ഈ ഒരു സങ്കീർത്തനം പോലെ എന്ന് പറയുന്ന ആ, മലയാളം നോവലിന്റെ അകത്ത് ദസ്തോവ്സ്കിയുടെ അവസാനത്തെ കാലഘട്ടത്ത് അവൻ അന്ന എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ വിവാഹം കഴിക്കുന്നു. ഇയാൾക്ക് നല്ല പ്രായമുണ്ട്, നല്ല ഏജ് ഡിഫറൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അയാളുടെ ആ ഒരു ആ, ശരീരം ക്ഷയിച്ചുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്ത് അയാൾ ഈ പറയുന്ന ബ്രദേഴ്സ് കാരമസോ എന്നുള്ള നോവൽ എഴുതുന്നതാണ്. ഓക്കെ. അപ്പൊ ഈ കഥ നടക്കുന്നത് ഈ കാരമസോ ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലി ആയിട്ട് ബന്ധപ്പെട്ടാണ്. അവിടെ ഫയദോർ പാവ്ലോവിച്ച് എന്ന് പറയുന്ന ഒരു പേട്രിയാർക്ക്, ഒരു വളരെ പവർഫുൾ ആയിട്ടുള്ള ഗ്രീഡി, ഇമ്മോറൽ, ക്രൂവൽ, ഇറസ്പോൺസിബിൾ ഫാദർ ഉണ്ട്. അയാൾക്ക് 4 മക്കളുണ്ട്. ദിമിത്രി, ഇവാൻ, അല്യോഷ. ഓക്കെ. എനിക്ക് നമ്മുടെ യോബിന്റെ പുസ്തകത്തിലും ഇങ്ങനെ തന്നെയാന്ന് തോന്നുന്നു പേര് വരുന്നത്, അല്ലെ? ഡിമിത്രി, ഇവാൻ, അല്യോഷ. പിന്നെ ഒരു അവിഹിത ബന്ധത്തിൽ ഒരു ഇല്ലെജിറ്റിമേറ്റ് ആയിട്ട് അയാൾക്കുണ്ടായ സ്മിർഡ്യാക്കോവ് എന്ന് പറയുന്ന ഒരു മകനും ഉണ്ട്. ഈ 3 പേരും വ്യത്യസ്ത സ്വഭാവക്കാരാ. ഏ ഈ പറയുന്ന ദിമിത്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇമോഷണൽ ഇമ്പൾസീവ് ആയിട്ടുള്ള ക്യാരക്ടർ. ഇവാൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ചോദ്യം ചെയ്യുന്ന പക്ഷെ ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ. അല്യോഷ എന്ന് പറഞ്ഞാൽ അതിലെ ഏറ്റവും കമ്പാഷനേറ്റ് ആയിട്ടുള്ള, കൈൻഡ് ആയിട്ടുള്ള, സ്പിരിച്വൽ ആയിട്ടുള്ള ക്യാരക്ടർ. പക്ഷെ അതേപോലെ തന്നെ സ്മെർഡിക്കോ, അതായത് ഈ ഇല്ലെജിറ്റിമേറ്റ് സൺ. ഇല്ലെജിറ്റിമസി കാരണം അവൻ വളർന്നു വന്ന സാഹചര്യം കാരണം ഈസ് വെരി ബിറ്റർ, വെരി റിസൻഫുൾ. അവൻ അവന്റെ കുടുംബത്തെയും എല്ലാരെയും വളരെ വെറുപ്പാണ്, എല്ലാവരോടും എപ്പോഴും അമർഷത്തിലാണ്. ആൻഡ് സൈക്കോളജിക്കലി ഡിസ്റ്റർബ്ഡ്. അവൻ മാനസികമായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. നമുക്ക് ദസ്തേവ്സ്കിക്ക് ഉള്ള പോലെ തന്നെ ഈ സ്മിർഡ്യാക്കോവിനും ഇടയ്ക്കിടയ്ക്ക് എപ്പിലെക്റ്റിക് ഫിറ്റ് വരുന്നുണ്ട്. ഓക്കെ. അതേപോലെ തന്നെ അവൻ ഹെയ്റ്റ്സ് ഫൈദോർ പാവ്ലോവിച്ച്. ഓക്കെ. അപ്പൊ ഇതിന്റെ സെൻട്രൽ തീം എന്താന്ന് വെച്ചാല് ഈ ഫ്യോദോർ പാവ്ലോവിച്ച് കൊല്ലപ്പെടുകയാണ്. എന്നിട്ട് ആരാണ് ഈ കൊലപാതകം ചെയ്തേ എന്നുള്ള ഒരു അന്വേഷണമാണ് അതിന്റെ അകത്ത് നടക്കുന്നത്. ഓക്കെ. അതിൽ ദിമിത്രിയാണ് അതിൽ ഏറ്റവും പാഷനേറ്റ് ആയിട്ടുള്ള, എപ്പോഴും അപ്പനോട് തട്ടിക്കേറിക്കൊണ്ടൊക്കെ ഇരുന്ന്. അപ്പൊ എല്ലാവരും ആദ്യം വിചാരിച്ചു ദിമിത്രിയാണ് കൊന്നത് എന്ന് വിചാരിച്ചു. പക്ഷെ ശരിക്കുള്ള മേർഡറർ ഈ സ്മിർഡ്യാക്കോവ് ആണ്. ഈ പറയുന്ന അവന്റെ ആ ബിറ്റർ തോട്ടും അവന്റെ ഈ അവിഹിത ബന്ധത്തിൽ ഉണ്ടായതിന്റെ ഫ്രസ്ട്രേഷനും ഒക്കെ കൊണ്ട് സ്മെർഡ്യാക്കോവ് ആണ് കൊല്ലുന്നത്. പക്ഷെ അതിനുശേഷം ഇവാനോട് ഈ കുറ്റം ഏറ്റു പറഞ്ഞ് സ്മെർഡ്യാക്കോവ് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇത് നിയമത്തിന്റെ മുന്നിൽ ദിമിത്രി തന്നെയാണ് കുറ്റക്കാരൻ.
ഓക്കെ. അതേപോലെ ഇവാനും അതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഭയങ്കര മാനസികമായിട്ട് തകർന്ന് ഒരു ഭ്രാന്തമായിട്ടുള്ള ഒരു അവസ്ഥയിലോട്ട് പോവാണ്. കാരണം എന്താ, ഈ സ്മിർഡ്യക്കോവിനെ കൊലപാതകത്തിന് പ്രേരിപ്പിക്കുന്നത് ഇവാനാണ്. ഡയറക്റ്റ്ലി അല്ലെങ്കിലും ഈ ഇവാന്റെ പല ആശയങ്ങളുമാണ്. ഓക്കെ. പക്ഷെ ഇതിന്റെ അകത്ത് ഏറ്റവും ഒരു മോറൽ സെന്റർ ഓഫ് ദ നോവൽ, കമ്പാഷനേറ്റ് കൈൻഡ് ആയിട്ടുള്ള ഒരു ക്ലിയർ മോറൽ ഗുഡ് ആയിട്ട് അവിടെ നിൽക്കുന്ന ആള് അല്യോഷയാണ്. ഓക്കെ. അപ്പൊ ഈ കഥ കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് തോന്നും വളരെ വിയേർഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. ഏ പക്ഷെ ഫ്രോയിഡ് പറയുന്നത് ഇത് നമ്മുടെ ദസ്തോസ്കിയുടെ മൈൻഡിലുള്ള ഏ അയാളുടെ ഒരു സൈക്കോളജിക്കൽ എക്സ്പ്രഷൻ ആണ്. അയാളുടെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഗിൽറ്റ്, കോൺഫ്ലിക്ട്സ് എല്ലാം കൂടെ ഈ പറയുന്ന നോവലിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, അതിൽ വന്നിട്ടുണ്ട്. അത് ഡയറക്റ്റ്ലി ആയിരിക്കില്ല, ഇൻഡയറക്ട്ലി അൺകോൺഷ്യസ് ആയിട്ട് വന്നിട്ടുണ്ട് എന്നാണ് നമ്മുടെ ഫ്രോയിഡ് പറയുന്നത്. ഇതിലെ മെയിൻ ആർഗ്യുമെന്റ് എന്താണെന്ന് അറിയോ എസ്സേന്റെ അകത്ത്? ആഹ് ഈ ഇതിലൊരു കണക്ഷൻ ഉണ്ട്. ഈ ആരാ ഈ ഫയദോർ പാവ്ലോവിച്ചും ദസ്തോസ്കിയുടെ ഫാദറും തമ്മിൽ ഇവര് രണ്ടുപേരും കൊല്ലപ്പെട്ടവരാണ്. ഈ കൊലപാതകത്തിന്റെ ഉത്തരവാദം ആർക്കാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ പറയുന്ന ഈഡിപ്പൽ കോംപ്ലക്സ് കാരണം നമ്മുടെ ദസ്തോസ്കിക്ക് ഈ പറയുന്ന അച്ഛന്റെ മരണം അവൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അച്ഛൻ ശരിക്കും മരണപ്പെട്ടപ്പോ, കൊല്ലപ്പെട്ടപ്പോ അവൻ ഭയങ്കരമായിട്ട് അൺകോൺഷ്യസ്, അയാൾക്ക് അറിയണമെന്നില്ല, അയാളത് ഫീൽ ചെയ്യണമെന്നില്ല, പക്ഷെ അൺകോൺഷ്യസ് ആയിട്ട് ആ ഗിൽറ്റ് അയാളുടെ മൈൻഡിന്റെ ഉള്ളില് ഡീപ്പ് ഇൻസൈഡ് കിടപ്പുണ്ട്. ഓക്കെ. ഫ്രോയിഡ് ബിലീവ്സ് ദാറ്റ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ ദസ്തോസ്കിക്ക് ഇടയ്ക്കിടയ്ക്ക് അപസ്മാരം വരുന്നതിന് കാരണം ഇതാണ്. ഇതേപോലത്തെ ഒരു ക്യാരക്ടർ നമ്മൾ എവിടെ കണ്ടു? നമ്മൾ ഈ ബ്രദേഴ്സ് കാരമസോ എന്ന് പറയുന്ന നോവലിന്റെ അകത്ത് സ്മെർഡ്യക്കോവില് കണ്ടു, അല്ലെ? According to Freud, Dostoevsky transformed his unconscious conflicts into literature. His artistic genius came from converting inner suffering, guilt, and repressed desires into great fiction. ദസ്തോവ്സ്കി ഒരു മികച്ച സാഹിത്യകാരനാവാൻ കാരണം എന്താ? അയാളുടെ ഇന്നർ ആയിട്ടുള്ള സഫറിങ്, അയാളുടെ ഗിൽറ്റ്, ഫിയർ, ട്രോമ, റിപ്രസ്ഡ് ആയിട്ടുള്ള അടിച്ചൊതുക്കി മനസ്സിന്റെ ഒരു അറ്റത്തോട്ട് കൂട്ടി വെച്ചിരിക്കുന്ന ഡിസയേഴ്സ്, ഇതെല്ലാം ഗ്രേറ്റ് ഫിക്ഷൻ ആക്കി മാറ്റാൻ കഴിയുന്ന ആ ഒരു കഴിവാണ് ദസ്തോവ്സ്കിനെ ഒരു മികച്ച ഒരു നോവലിസ്റ്റ് ആക്കുന്നതെന്നാണ് ഫ്രോയിഡ് പറയുന്നത്. ഓക്കെ. Before developing epilepsy, Dostoevsky suffered from strange attacks during childhood. These attacks involved sudden depression, fear of death, and states resembling death or unconsciousness. He feared he might die during sleep and even left notes asking that his burial should be delayed for several days. അപ്പൊ ഈ അപസ്മാരം വരുന്നതിന് മുന്നേ തന്നെ ദസ്തോവ്സ്കിക്ക് ഡിപ്രഷൻ ഉണ്ടായിരുന്നു. പെട്ടെന്ന് മരണഭയം, പെട്ടെന്ന് ദിവസങ്ങളോളം പലപ്പോഴും അൺകോൺഷ്യസ് ആയിട്ട് മാറും. അപ്പൊ ഈ ദസ്തോവ്സ്കി എപ്പോഴും, സോറി ട്ടോ, ഞാൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഇവൻ എന്ന് പറയുന്ന ദസ്തോവ്സ്കി ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് മോസ്റ്റ് റെസ്പെക്റ്റഡ് നോവലിസ്റ്റ് ഇൻ റഷ്യൻ ലിറ്ററേച്ചർ ആൻഡ് വേൾഡ് ലിറ്ററേച്ചർ. ഒരു ടങ് സ്ലിപ്പാണ്. ഓക്കെ. അപ്പോ ഈ ഒരു ഭയത്തോടു കൂടിയാണ് ദസ്തോവ്സ്കി ജീവിക്കുന്നത്. ഓക്കെ. ഇടയ്ക്ക് ഇത്തരം ഡെത്ത് ലൈക്ക് അറ്റാക്സ്, സ്ട്രേഞ്ച് അറ്റാക്സ്, ഈ അറ്റാക്സ് പുറത്തുനിന്ന് ആരും അറ്റാക്ക് ചെയ്യുന്നതല്ല, ഈ ഫ്രോയിഡ് പറയുന്നത് എല്ലാം സൈക്കോളജിക്കലാണ്. According to psychoanalysis, such death-like states represent identification with a dead person. In many cases, the person unconsciously wishes death is the father. The attack therefore becomes symbolic self-punishment. The son wished the father dead and now unconsciously becomes the dead person himself. അപ്പൊ ഫ്രോയിഡ് പറയുന്നത് ഇവൻ ഈ ഇടയ്ക്കിടയ്ക്ക് ഈ മരണം പോലത്തെ അൺകോൺഷ്യസ് ആയിട്ടുള്ള അവസ്ഥയിലോട്ട് പോകുന്നതിന് കാരണം ഇവന്റെ ചെറുപ്പത്തിൽ ഇദ്ദേഹത്തിന്റെ അച്ഛന്റെ മരണം ആഗ്രഹിച്ചിരുന്നു. അപ്പൊ പക്ഷെ അയാൾ ശരിക്കും മരിച്ചു കഴിഞ്ഞപ്പോ ഇതൊരു അൺകോൺഷ്യസ് ട്രോമയായി, ഗിൽറ്റായിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ കിടക്കുക. അത് കാരണമാണ് ഇടയ്ക്കിടയ്ക്ക് ഈ അൺകോൺഷ്യസ്ലി ബിക്കം ഈ ഡെത്ത് പേഴ്സൺ ആയിട്ട് ഇയാൾ തന്നെ മാറുകയാണ്, അല്ലെ? അപ്പൊ ദ സീഷർ എക്സ്പ്രഷസ് ബോത്ത് ഗിൽറ്റ് ആൻഡ് പണിഷ്മെന്റ്. ഇപ്പൊ സെൽഫ് പണിഷ്മെന്റ് ആണ് ഇയാളുടെ എപ്പിലെപ്സി എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. ഓക്കെ. അപ്പൊ ഒരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള സിംറ്റംസ് ആണ് ഇതെല്ലാം എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. Parricide as the primal crime. One of Freud's most important ideas in the essay is that parricide is the primal crime of humanity. ഒരു മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കുറ്റമാണ് പാരിസൈഡ്, അതായത് സ്വന്തം ഫാദറിനെ കൊല്ലുക എന്നുള്ളത്. ഓക്കെ. അദ്ദേഹത്തിന്റെ വർക്ക് ടോട്ടം ആൻഡ് ടബൂല് ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ട്. അക്കോർഡിംഗ് ടു ഫ്രോയിഡ്, ഹ്യൂമൻ സിവിലൈസേഷൻ ഇറ്റ്സെൽഫ് ബിഗൻ വിത്ത് റിബല്യൻ അഗെയിൻസ്റ്റ് ദ ഫാദർ ഫിഗർ. നിങ്ങളൊന്ന് നോക്കിയേ, എവ്രി ബോയ്, എല്ലാ കുട്ടികളും അവരുടെ ചെറുപ്പത്തില് ഫാദറുമായിട്ട് ഒരു ഹോസ്റ്റിലിറ്റി ഉണ്ടാവും.
നിങ്ങൾ തന്നെ ഒന്ന് നിങ്ങളുടെ ചുറ്റുവട്ടത്ത് നോക്കുക. നിങ്ങളുടെ സഹോദരങ്ങളോ അല്ല നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ എപ്പോഴും ഫാദറുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റ്, ദർ റിലേഷൻഷിപ്പ് ഇസ് നെവർ സ്മൂത്ത്. അതിനൊക്കെ കാരണം ഈ പറയുന്ന ഈ ഇഡിപ്പസ് കോംപ്ലക്സുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണ് പറയുന്നത്. ബിക്കോസ് വൈ? ബിക്കോസ് ഫാദർ ഇസ് എ റൈവൽ ഫോർ ദ മദേഴ്സ് എഫെക്ഷൻ. അച്ഛൻ എന്ന് പറയുന്നത് ഒരു എതിരാളിയാണ് അമ്മയുടെ അഫക്ഷന് വേണ്ടി, അമ്മയുടെ സ്നേഹത്തിന് വേണ്ടി. അപ്പോ മനുഷ്യന്റെ സിവിലൈസേഷൻ എങ്ങനെയാ തുടങ്ങിയെന്ന് ആലോചിച്ച്, നമ്മുടെ ഈ ക്രിസ്ത്യൻ ഓർ ഈ പറയുന്ന അത്തരം ജൂ ഇസ്ലാമിക് ട്രഡീഷൻ അനുസരിച്ച് മനുഷ്യന്റെ തുടക്കം എവിടെയാ? ഈ ഏദൻ തോട്ടത്തിൽ ഇവർ ആദ്യം ആർക്കെതിരെയാ തിരിയുന്നത്? ദൈവത്തിനെതിരെയാണ്. അതായത് ഇവരുടെ പിതാവിന് തുല്യരായിട്ടുള്ള ദൈവത്തെ ഇത് ചെയ്തിട്ടാണ് എന്താണ് ഡിസൊബേ ചെയ്യാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഈ ചെറുപ്പം മുതലേ കുട്ടികൾ ഈ പറയുന്ന ഫാദർ ഫിഗറിനെതിരെ അവർക്ക് എപ്പോഴും ഒരു റിബല്യൻ ഉണ്ടാവും. റിബല്യൻ എന്ന് പറഞ്ഞാൽ അതൊരു സൈക്കോളജിക്കൽ ഫേസ് ആണ്. പ്രത്യേകിച്ച് കുട്ടികൾ ഒരു പ്രായമാകുമ്പോൾ കുറച്ചൊന്ന് ഡിസ്റ്റന്റ് ആവാറില്ലേ, അല്ലെ? അപ്പൊ ദിസ് അൺകോൺഷ്യസ് ഡിസയർ ടു റിമൂവ് ദ ഫാദർ ക്രിയേറ്റ്സ് ഗിൽറ്റ്. ഈവൻ ഇഫ് ദ ഡിസയർ ഇസ് നെവർ ആക്റ്റഡ് ഔട്ട്, ദ മൈൻഡ് റിപ്രസസ് ഇറ്റ് ഇൻ ടു ദ അൺകോൺഷ്യസ്. ദ റിസൾട്ടിംഗ് ഗിൽറ്റ് റിമെയിൻസ് ത്രൂ ഔട്ട് ലൈഫ് ആൻഡ് ഇൻഫ്ലുവൻസ് ബിഹേവിയർ, മൊറാലിറ്റി, റിലീജിയൻ ആൻഡ് സൈക്കോളജിക്കൽ സഫറിങ്. അപ്പൊ ഈ ഫാദറിനെ തീർക്കണം. ഏഹ് ഈ സീനിൽ നിന്ന് അമ്മയും ഞാനും മാത്രമുള്ള ലോകത്ത് നിന്ന് ഫാദറിനെ തീർക്കണം. ഇന്ന് നമ്മുടെ ഉള്ളിലെല്ലാം അൺകോൺഷ്യസ് ആയിട്ടുള്ള ഒരു ഗിൽറ്റ് ഉണ്ട്, ഒരു തോന്നലുണ്ട്. പക്ഷെ അത് നമ്മുടെ ഉള്ളിൽ ഒരു ഗിൽറ്റ് ആയിട്ട് മാറും. ഏഹ് ഈ പറയുന്ന ഈ ഇങ്ങനെ ഒരു ഡിസയർ, ഫാദറിനെ കൊന്നില്ലെങ്കിലും അങ്ങനെ ഫാദറിന്റെ മരണം സംഭവിച്ചില്ലെങ്കിലും നമ്മുടെ ഉള്ളിൽ ഇതിനെപ്പറ്റി ഒരു ഗിൽറ്റ് ഉണ്ട്. ഞാൻ ഇങ്ങനെ ആലോചിച്ചല്ലോ ഒരു കാലത്ത്, അല്ല എന്റെ മനസ്സിന്റെ ഉള്ളിൽ അങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ. ഇത് ഒരു മനുഷ്യന്റെ ജീവിതകാലം മൊത്തമുള്ള ബിഹേവിയറിനെ എഫക്റ്റ് ചെയ്യും എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. ദസ് പാരിസൈഡ് ബിക്കംസ് ബോത്ത് ആൻ ഇൻഡിവിജ്വൽ സൈക്കോളജിക്കൽ കോൺഫ്ലിക്ട് ആൻഡ് എ യൂണിവേഴ്സൽ ഹ്യൂമൻ എക്സ്പീരിയൻസ്. ലോകത്തുള്ള എല്ലാ മനുഷ്യനും, എല്ലാ പുരുഷന്മാർക്കും ഉള്ള ഒരു എക്സ്പീരിയൻസ് ആണത്. ഓക്കെ. അപ്പൊ ഇവിടെ അതുപോലെ തന്നെയാണ് ഈ നോവല് ദസ്തേവ്സ്കിയുടെ പറയുന്ന ബ്രദേഴ്സ് കാരമസോ, അതിൽ കാണുന്നത് എന്താ? ഒരു എന്താ പറയാ, കുടുംബത്തിൽ നിന്ന് ആവശ്യത്തിന് സപ്പോർട്ട് കിട്ടിയില്ല, അവിഹിത ബന്ധത്തിൽ ഇല്ലെജിറ്റിമേറ്റ് ആയിട്ടുണ്ടായ ഒരു മകൻ അപ്പനെ കൊല്ലുന്നതാണ് കാണുന്നത്. അവസാനം ആ ഗിൽറ്റില്, സ്വന്തം ഫാദറിനെ കൊന്ന ഗിൽറ്റില് അയാളും സൂയിസൈഡ് ചെയ്യുന്നത് നമുക്ക് കാണാം, അല്ലെ? അപ്പൊ ഗിൽറ്റ്, ഈ ഹിഡൻ, ഈ ഓഡിപ്പൽ കോംപ്ലക്സ്, ഇതെല്ലാം ഇവിടെ വരുന്നുണ്ട്. Ambivalence toward the father. Freud explains that a boy's feeling towards his father are always ambivalent. Ambivalent എന്ന് പറയുന്നത് കൺഫ്യൂസിങ്, കോൺട്രഡിക്ടറി, കോൺഫ്ലിക്റ്റിംഗ്, അല്ലെ? ഒരു മകന് അപ്പനുമായിട്ടുള്ള ബന്ധം, അയാളുമായിട്ടുള്ള ഫീലിംഗ് എപ്പോഴും ആംബിവലന്റ് ആണെന്നാണ് പറയുന്നത്. ആംബിവലന്റ് മീൻസ് ദ കോ എക്സിസ്റ്റൻസ് ഓഫ് ഓപ്പോസിറ്റ് ഇമോഷൻസ്. ഒരേ സമയത്ത് രണ്ട് ഇമോഷൻസ് എക്സിസ്റ്റ് ചെയ്യും. ഒരേ സമയത്ത് സ്നേഹം ഉണ്ടാവും, ഹേറ്റ്രഡ് ഉണ്ടാവും എന്നാണ് പറയുന്നത്. The boy hates the father because he sees him as a rival for the mother's love. At the same time, the boy admires the father and wishes to become like him. ഒരേ സമയം മകൻ അപ്പനെ ഹെയ്റ്റ് ചെയ്യുന്നതിന് കാരണം എന്താ? അമ്മയുടെ അഫക്ഷന് വേണ്ടിയുള്ള ഒരു റൈവലാണ് അപ്പൻ. അതേ സമയത്ത് ഈ അമ്മ ഇഷ്ടപ്പെടുന്ന, പ്രണയിക്കുന്ന അപ്പനെ പോലെ ആവാൻ ദ ബോയ് അഡ്മയേഴ്സ് ഹിം, അങ്ങനെ ആവാനും ശ്രമിക്കുന്നുണ്ട്. ഒരേ സമയം സ്നേഹവും ഉണ്ട്, ഹേറ്റ്രഡും ഉണ്ട്. Therefore, the child both wants to replace the father and identify with him. ഒരേ സമയത്ത് അച്ഛനെ പോലെ ആകാൻ മക്കൾ ശ്രമിക്കും, അതേപോലെ അച്ഛനെ എതിർക്കാനും ശ്രമിക്കും. ദിസ് ഇമോഷണൽ കോൺഫ്ലിക്ട് ക്രിയേറ്റ്സ് ഡീപ് സൈക്കോളജിക്കൽ ടെൻഷൻ, അല്ലെ? ആൺകുട്ടികളുടെ ഒരു ഡെവലപ്മെന്റ് ഫേസിൽ അവരെ ഏറ്റവും അധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ ടെൻഷൻ ആണത്. ദ ചൈൽഡ് ഡിസയേഴ്സ് ദ ഫാദേഴ്സ് റിമൂവൽ ബട്ട് ഓൾസോ ലവ്സ് ആൻഡ് റെസ്പെക്ട്സ് ഹിം. ഒരേ സമയത്ത് അപ്പനെ എതിർക്കും, അയാളെ ഈ സീനിൽ നിന്ന് പുറത്താക്കാനും ശ്രമിക്കും. പക്ഷെ അതേ സമയത്ത് അദ്ദേഹത്തെ റെസ്പെക്ട് ചെയ്യാനും അയാളെ ലവ് ചെയ്യാനും അയാളുടെ അപ്രൂവലിന് വേണ്ടിയും ഈ ആൺകുട്ടികൾ ശ്രമിക്കും. അപ്പൊ ഈ ഒരു ടെൻഷൻ, കോൺഫ്ലിക്റ്റ് പല രീതിയിലായിരിക്കും പല കുടുംബങ്ങളിൽ ആക്ട് ഔട്ട് ചെയ്യുന്നത്. ചിലയിടത്ത് ഡയറക്ട്ലി ആക്ട് ഔട്ട് ചെയ്യും, ചില കുടുംബങ്ങളിൽ അപ്പനും മകനുമായിട്ട് ഭയങ്കര അടിയായിരിക്കും, അല്ലെ? അപ്പൊ ഇതെല്ലാം ഒരു മനുഷ്യന്റെ ത്രൂ ഔട്ട് ദിയർ ലൈഫ് അവരുടെ ബിഹേവിയറിനെ എഫക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. പിന്നെ Freud connects this ambivalent relations to the Oedipus complex. The Oedipus complex refers to the unconscious desire of the boy to possess the mother and eliminate the father. Oedipus complex എന്താന്ന് ചോദിച്ചാൽ എഴുതണേ. ഇറ്റ് ഈസ് ദ അൺകോൺഷ്യസ് ഡിസയർ, ഉദ്ദേശം കൊണ്ടല്ല, വോളണ്ടറി അല്ല, അൺകോൺഷ്യസ് ഡിസയർ ഓഫ് ദ ബോയ് ടു പൊസസ് ദ മദർ ആൻഡ് എലിമിനേറ്റ് ദ ഫാദർ. അച്ഛനെ എലിമിനേറ്റ് ചെയ്ത് അമ്മേനെ സ്വന്തമാക്കാനുള്ള എല്ലാ കുട്ടികളുടെയും, ആൺകുട്ടികളുടെയും
വളർന്നു വരുന്ന പ്രായത്തിലുള്ള ആൺകുട്ടികളുടെ ഒരു ഡിസയറിനെയാണ് ഈഡിപ്പസ് കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. ദ ബോയ്സ് ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞ കാര്യം തന്നെ. ദ ബോയ്സ് സീസ് ദ ഫാദർ ആസ് റൈവൽ സ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ ഹിംസെൽഫ് ആൻഡ് ദ മദർ. ദർഫോർ അൺകോൺഷ്യസ് ഹോസ്റ്റിലിറ്റി ടുവേർഡ്സ് ദ ഫാദർ ഡെവലപ്സ്. അവൻ പോലും അറിയാതെ അവന് ഫാദറിനെതിരെ ഒരു ഹോസ്റ്റിലിറ്റി, ഒരു അമർഷം, ഒരു എതിർപ്പ് ഉണ്ടായി വരും. ഓക്കെ. However, the child fears punishment from the father, especially the fear of castration. ഓക്കെ. പക്ഷെ ഇതൊക്കെ ഈ ഹേറ്റഡ് ഉണ്ടാവുമ്പോഴും ഈ മകൻ അപ്പനെ ഒരു ഭയമുണ്ട്. ഓക്കെ. എസ്പെഷ്യലി ദ ഫിയർ ഓഫ് കാസ്ട്രേഷൻ. പിന്നെയും ഫ്രോയിഡ് എപ്പോഴും മനുഷ്യന്റെ സെക്ഷുവാലിറ്റി ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന്റെ തിയറീസ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഈ കാസ്ട്രേഷൻ എന്ന് പറഞ്ഞാല് ഒരു പുരുഷനെ പുരുഷനാക്കുന്ന ശരീരഭാഗം മുറിച്ചു കളയുക, അല്ലെ? ഒരു മനുഷ്യന്റെ പൗരുഷത്തെ ഇല്ലാതാക്കുന്നത് എങ്ങനെയാ? കാസ്ട്രേഷനിലൂടെയാണ്. അപ്പൊ ഈ ആൺകുട്ടികൾക്ക് എപ്പോഴും ഈ കാസ്ട്രേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഭയം ഉണ്ടാവും. ഓക്കെ. അതായത് ഈ പറയുന്ന ഓക്കെ, അവിടെ നിൽക്കട്ടെ. ബിക്കോസ് ഓഫ് ദിസ് ഫിയർ ദ ചൈൽഡ് റിപ്രസസ് ഹിസ് ഡിസയേഴ്സ് ഇൻ ടു അൺകോൺഷ്യസ്. അപ്പൊ ഇങ്ങനെ ഒരു ഭയം ഉള്ള കാരണം അവന്റെ മനസ്സിന്റെ ഉള്ളിലോട്ട്, അൺകോൺഷ്യസ് മൈൻഡിലോട്ട് ഈ പറയുന്ന ഡിസയറിനെ, അച്ഛനെ ഇല്ലാതാക്കി അമ്മേനെ പൊസസ് ചെയ്യാനുള്ള ആ ഡിസയറിനെ അവൻ റിപ്രസ് ചെയ്യും. ഓക്കെ. പക്ഷെ ഇത് ഡിസപ്പിയർ ആവുന്നില്ല, നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ റിപ്രസ്ഡ് ആയിട്ട് കിടപ്പുണ്ട്. ഇത് ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റീനെ, ഗിൽറ്റിനെ, അവന്റെ സ്വപ്നങ്ങളെ, അവന്റെ ആങ്സൈറ്റീനെ, അവന്റെ ബിഹേവിയറിനെ എഫക്ട് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓക്കെ. അടുത്തതാണ് കാസ്ട്രേഷൻ ആങ്സൈറ്റി. നമ്മൾ ഓൾറെഡി പറഞ്ഞു. കാസ്ട്രേഷൻ ആങ്സൈറ്റി സെൻട്രൽ ടു ഫ്രോയിഡ്സ് എക്സ്പ്ലനേഷൻ ഓഫ് റിപ്രഷൻ. ദ ചൈൽഡ് ഫിയർസ് പണിഷ്മെന്റ് ഫ്രം ദ ഫാദർ ഫോർ ഹിസ് ഫോർബിഡൻ ഡിസയർ ടുവേർഡ്സ് ദ മദർ. ദിസ് ഫിയർ സിംബോളിക്കലി റെപ്രസെന്റ്സ് ദ ലൂസിംഗ് ഓഫ് മാസ്കുലിനിറ്റി ആൻഡ് പവർ. അല്ലെ? എപ്പോഴും ഈ അമ്മേനോടുള്ള ഈ ഈഡിപ്പസ് കോംപ്ലക്സ്, ഇത് കാരണം ഫാദർ എന്നെ പണിഷ് ചെയ്യോ എന്നുള്ള ഭയം എപ്പോഴും ഉണ്ടാവും. അല്ലെ? ഇവൻ ഫാദറിനെ പോലെ പൗരുഷമുള്ള ആളായി മാറാൻ ശ്രമിക്കുമ്പോൾ ഇവനെതിരെയുള്ള പണിഷ്മെന്റ് എന്തായിരിക്കും? ഇവന്റെ പൗരുഷം എടുത്തു കളയാന്നുള്ളതായിരിക്കും. അല്ലെ? ആസ് എ റിസൾട്ട് ദ ബോയ് അബാൻഡൻസ് ഹിസ് ഡയറക്ട് വിഷസ് അഗെയിൻസ്റ്റ് ദ ഫാദർ ആൻഡ് സപ്രസ് ദം ഇൻ ടു ദ അൺകോൺഷ്യസ്. അല്ലെ? അപ്പൊ ഈ ഭയത്തെയാണ് നമ്മൾ കാസ്ട്രേഷൻ ആങ്സൈറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ. അവന്റെ മനസ്സിനുള്ളിൽ ഒരു ഗിൽറ്റ് ഉണ്ടാവും, ഇങ്ങനെ ഞാൻ ചിന്തിച്ചെന്നുള്ളത്. പക്ഷെ ഒരു പ്രായമാവുമ്പോൾ ഈ കാസ്ട്രേഷൻ ഭയന്ന് ഇവൻ അബാൻഡൻ ചെയ്യും ഇത്തരത്തിലുള്ള ചിന്തകൾ. അപ്പൊ ഇതൊന്നും നമ്മുടെ ഡയറക്റ്റ്ലി നമ്മുടെ മനസ്സിലുള്ള ചിന്തകളല്ല. ഇത് ശരിയാണോ തെറ്റാണോ എന്ന് പോലും ഉറപ്പില്ല. ഇതെല്ലാം സൈക്കോളജിക്കൽ എന്താ പറയാ തിയറീസ് ആണ്. പിന്നെ ബൈസെക്ഷുവാലിറ്റി ആൻഡ് സൈക്കോളജിക്കൽ കോൺഫ്ലിക്റ്റ്. എന്താ ബൈസെക്ഷുവാലിറ്റിനെ പറ്റി ഫ്രോയിഡ് പറയുന്നത് നോക്കാം. Freud introduces another complication through the idea of psychic bisexuality. According to Freud, every child possesses both masculine and feminine tendencies. എല്ലാ കുട്ടികളും, നമ്മളിപ്പോ മാസ്കുലിൻ, ആണിനെ പോലെ നടക്കണം, പെണ്ണിനെ പോലെ നടക്കണം, പെരുമാറണം എന്ന് പറയുമല്ലോ. എല്ലാ കുട്ടികളുടെ ഉള്ളിൽ മാസ്കുലിനിറ്റിയും ഫെമിനിനിറ്റിയും ഉണ്ട്. Okay, sometimes the boy may attempt to resolve the Oedipal conflict not by removing the father, but by identifying with the mother and by uh, and becoming the object of the father's love. However, castration anxiety prevents this solution as well. This creates deeper psychological conflict and confusion with the child's unconscious mind. Thus, bisexuality complicates Oedipal situations and increases inner tensions. Okay, ചിലപ്പോൾ ഈ ഓഡിപ്പൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു മകൻ അച്ഛനെ പോലുള്ള ഒരു പുരുഷനായി മാറാനുള്ള ശ്രമമാണ്. പലപ്പോഴും ഈ എന്താ പറയാ, ഇതിന് പകരം ഈ അച്ഛനെ പോലെ ആവാൻ ശ്രമിക്കുന്നതിന് പകരം അമ്മേനെ പോലെ ആകാൻ കുട്ടികൾ ശ്രമിക്കും, ഈ അപ്പന്റെ റെസ്പെക്റ്റും സ്നേഹവും അഫെക്ഷനും കിട്ടാനായിട്ട്. അപ്പൊ അവരിൽ അപ്പൊ കൂടുതൽ എന്ത് ഫീച്ചേഴ്സ് ഉണ്ടാവുക? ഫെമിനീൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ആണ് ഉണ്ടാവുക. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു ടെൻഷൻ, ഒരു കോൺഫ്ലിക്റ്റ്, ഈ ഫെമിനിറ്റി വേഴ്സസ് മാസ്കുലിനിറ്റി, ഒരു ബൈസെക്ഷുവാലിറ്റിയുടെ ഒരു കോംപ്ലിക്കേഷൻ ഈ ഓഡിപ്പൽ കോംപ്ലക്സിന്റെ ഭാഗമായിട്ട് ചില കുട്ടികളിൽ ഉണ്ടായി വരാമെന്നാണ് പറയുന്നത്. പക്ഷെ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്, ഫ്രോയിഡ് സീസ് മെർഡോക്കോവ് ആ സിംബോളിക് റെപ്രസെന്റേഷൻ ഓഫ് ദസ്തോവ്സ്കിസ് ഓൺ അൺകോൺഷ്യസ് ഡിസയർ. അല്ലെ? ദസ്തോവ്സ്കിന്റെ ഉള്ളിലെ ആ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഡിസയർ. ഈ സ്മെർഡിസോവ് ആക്ച്വലി കമ്മിറ്റ്സ് ആക്ട് ഓഫ് പാരിസൈഡ് ദാറ്റ് എക്സിസ്റ്റ് ഓൺലി അൺകോൺഷ്യസ്ലി വിത്ത് ദസ്തോവ്സ്കി. അതായത് ദസ്തോവ്സ്കിന്റെ അൺകോൺഷ്യസ് മൈൻഡിന്റെ അകത്ത് പാരിസൈഡ് നടത്തണം, അച്ഛനെ ഇല്ലാണ്ടാക്കണം എന്നുള്ള ചിന്ത, അത് സ്മെർഡോക്യോ എന്ന് പറയുന്ന ക്യാരക്ടറിലൂടെ ദസ്തോവ്സ്കി ചെയ്തെടുക്കുക എന്നാണ് പറയുന്നത്. ലൈക്ക് ദസ്തോവ്സ്കി, സ്മെർഡോക്യോ സഫേഴ്സ് ഫ്രം എപ്പിലെപ്സി.
ഫ്രോയിഡ് ഇന്റർപ്രറ്റ്സ് ദി സിമിലാരിറ്റി ആസ് സൈക്കോളജിക്കൽ സിഗ്നിഫിക്കൻസ്. സ്മെർഡക്യോവിന്, ദസ്തോവ്സ്കിനെ പോലെ സ്മെർഡക്യോവിന് എപ്പിലെപ്സി വരുന്നതിന് കാരണം ഈ പറയുന്ന ഗിൽറ്റ് ആണ്. അവരുടെ ക്രൈമിനുള്ള ഗിൽറ്റ്, അവരുടെ റിപ്രസ്ഡ് ഡിസയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട ഗിൽറ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് അൾട്ടിമേറ്റ്ലി ദസ്തോവ്സ്കി എന്താ ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ സ്വയം ഗിൽറ്റ്, അദ്ദേഹത്തിന്റെ സപ്രസ്ഡ് ഇമോഷൻസ്, അദ്ദേഹത്തിന്റെ ഈ ഈഡിപ്പൽ കോംപ്ലക്സിനെ ഈ സ്മെർഡക്യോവ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിലൂടെ ഒരു ആർട്ടിസ്റ്റിക് ക്രിയേഷൻ ആക്കി മാറ്റുകയാണ്. ഓക്കെ, ഇതിലെ മേജർ ആയിട്ടുള്ള കോൺസെപ്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതാണ് പ്രധാനമായിട്ട് ഈ പറയുന്ന എസ്സേയിലുള്ള കോൺസെപ്റ്റുകൾ. ട്രോമ. ട്രോമ എന്ന് പറയുന്നത് ഒരു ഡിസ്റ്റർബിങ് സൈക്കോളജിക്കൽ ഷോക്ക്, ഒരു മനുഷ്യനെ വളരെയധികം പിടിച്ചു കുലുക്കുന്ന, ഇറ്റ് സ്റ്റേസ് വിത്ത് ദം, അവരുടെ ജീവിതകാലം മൊത്തം അല്ലെ കുറെ കാലത്തേക്ക് അവരെ പിടിച്ചു കുലുക്കുന്ന, അവരുടെ ജീവിതത്തെ പിന്നെ എഫക്ട് ചെയ്യുന്ന ഒരു സൈക്കോളജിക്കൽ ഷോക്കിനെയാണ് ട്രോമ എന്ന് പറയുന്നത്, അല്ലെ. അപ്പൊ ഫ്രോയിഡ് പറയുന്ന ദസ്തോവ്സ്കിന്റെ അച്ഛന്റെ കൊലപാതകം ഒരു നാച്ചുറൽ ഡെത്തും അല്ല. അദ്ദേഹത്തിന്റെ ആ ഒരു കൊലപാതകം ഇദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരു ട്രോമ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഇദ്ദേഹത്തിന്റെ ആർട്ടിസ്റ്റിക് ഇമാജിനേഷനെ ഫ്യൂവൽ ചെയ്തതെന്നാണ് പറയുന്നത്. അടുത്തൊരു കോൺസെപ്റ്റ് ആണ് ന്യൂറോസിസ്. എന്താ ന്യൂറോസിസ് എന്ന് പറഞ്ഞാൽ? ന്യൂറോസിസ് എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ കോൺഫ്ലിക്റ്റ് ആണ്. റിപ്രസ്ഡ് ഡിസയേഴ്സ്, ഗിൽറ്റ്, ഫിയർ, ആങ്സൈറ്റി, മനുഷ്യന്റെ അൺകോൺഷ്യസ് ആയിട്ടുള്ള മൈൻഡിന്റെ അകത്തുള്ള ഈ റിപ്രസ്ഡ് ആയിട്ടുള്ള ഇമോഷൻസ്, ഇതെല്ലാം പുറത്തോട്ട് വരുന്നത് ന്യൂറോസിസിലൂടെയാണ്. ഓക്കെ, ഇതിന്റെ എക്സാമ്പിള് ദസ്തോവ്സ്കിക്ക് വന്ന ഈ അപസ്മാരം, അതൊരു ന്യൂറോസിസിന്റെ മാനിഫെസ്റ്റേഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ഐഡന്റിഫിക്കേഷൻ. ഐഡന്റിഫിക്കേഷൻ പറഞ്ഞാൽ ഞാൻ മറ്റൊരാളെ പോലെ ആവാൻ ശ്രമിക്കുക. ഈ കേസിൽ ഒരു മകൻ അച്ഛനെ പോലെ ആവാൻ ശ്രമിക്കുക. അതിനാണ് ഐഡന്റിഫിക്കേഷൻ എന്ന് പറയുന്നത്. സെൽഫ് പണിഷ്മെന്റ്, നമ്മുടെ ഉള്ളിലെ അൺകോൺഷ്യസ് ആയിട്ടുള്ള ഗിൽറ്റ്, അത് ആ ഒരു ഗിൽറ്റ് കാരണം നമ്മൾ സ്വയം പണീഷ് ചെയ്യും. ഓക്കെ, ഇവിടെ ഈ എപ്പിലെപ്സി ഒക്കെ വരുന്നത് അത് കാരണമാണെന്നാണ് പറയുന്നത്. Okay, Freud's essay is important because it applies psychological analysis directly to literature and literary characters. Instead of studying only the text, Freud studies the author's unconscious mind through the text. അല്ലെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കേട്ട ന്യൂ ക്രിറ്റിക്സ് ഒക്കെ ഇത് കേട്ടാൽ എന്ത് പറയും അല്ലെ? ഇവിടെ ഫ്രോയിഡ് ടെക്സ്റ്റ് മാത്രമല്ല, ഓതറിന്റെ ഹിസ്റ്ററി പഠിക്കുന്നു, അയാളുടെ സൈക്കോളജി പഠിക്കാൻ ശ്രമിക്കുകയാണ്, അദ്ദേഹത്തിന്റെ അൺകോൺഷ്യസ് മൈൻഡിനെ പഠനവിധേയമാക്കുകയാണ്. Okay, this essay demonstrates how literature can reveal hidden psychological conflicts. അല്ലെ, എഴുത്തുകാരന്റെ ഉള്ളിലുള്ള സൈക്കോളജിക്കൽ കോൺഫ്ലിക്ട്സിനെ റിവീൽ ചെയ്യാൻ ഇത്തരത്തിലുള്ള പഠനങ്ങൾ നടക്കും. ഫ്രോയിഡ്സ് ഇന്റർപ്രിറ്റേഷൻ ഹാസ് ഓൾസോ ബീൻ ക്രിറ്റിസൈസ്. ഫ്രോയിഡിനെ കാര്യമായിട്ട് ആൾക്കാർ ക്രിറ്റിസൈസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, കാരണം ദസ്തോവ്സ്കി ആദ്യമായിട്ട് പറയുന്നത് എന്താ, ഈ ദസ്തോവ്സ്കിക്ക് വരുന്ന എപ്പിലെപ്സി അതൊരു സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഇഷ്യൂ ആണ്, അല്ലാതെ ഒരു ന്യൂറോളജിക്കൽ മെഡിക്കൽ ഇഷ്യൂ അല്ല എന്നാണ് പറയുന്നത്. പക്ഷെ അത് അങ്ങനെ അല്ല എന്ന് പല ക്രിറ്റിക്സും പറയുന്നുണ്ട്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ ഈ സെക്ഷുവാലിറ്റി ഈഡിപ്പസ് കോംപ്ലക്സ്, ഇത് എല്ലാത്തിലും അമിതമായിട്ട് ഇദ്ദേഹം അപ്ലൈ ചെയ്യും. അതിനെതിരെയും പല ക്രിറ്റിസിസവും ഉണ്ട്. ഓക്കെ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു പാഠം. താങ്ക് യു.